അജ്ഞാതൻ മൊബൈൽ നമ്പർ അശ്ലീല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടതോടെ തിരുവനന്തപുരത്തെ ഒരു വീട്ടമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. സംരംഭ കൂടിയായ വീട്ടമ്മ കഴിഞ്ഞ 2 ആഴ്ചയായി നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപവും വ്യക്തിഹത്യയുമാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഷാലിൻ എലിസ് എബിക്കാണ് ഈ ദുരനുഭവം. ഓരോ തവണ ഫോൺ റിംഗ് ചെയ്യുമ്പോഴും ഷാലിന്റെ ഹൃദയമെടുപ്പ് കൂടും. കഴിഞ്ഞ 7 വർഷമായി തിരുവനന്തപുരത്ത് ഫുഡ് ഡെലിവറി ബിസിനസ് നടത്തുന്നത് ഈ നമ്പർ ഉപയോഗിച്ചാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന കോളുകളും മെസ്സേജുകളും അധികവും അശ്ലീല ഗ്രൂപ്പ് കണ്ട് വിളിക്കുന്നവർ. ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് വിളിക്കരുത്, ഇതൊരു ഫുഡ് നമ്പറാണ്, ഇതിങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാമെന്ന് വാട്സപ്പിൽ തന്നെ ഞാൻ മെസ്സേജ് ഇടുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 26-27 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഈസ് ദാറ്റ് മച്ച്. എൻ്റെ ഭർത്താവ് പോലും എന്നോട് ചോദിച്ചിട്ടില്ലാത്ത, ഞങ്ങളുടെ രാത്രികളിൽ പോലും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായി പിള്ളേരുടെ ആവശ്യങ്ങൾ. ഒരു നമ്പറിൽ ചോദിച്ചപ്പോൾ എവിടെ നിന്ന് നമ്പർ കിട്ടിയെന്ന് അവനെ വിരട്ടിയപ്പോൾ അവൻ പറഞ്ഞത് ഇതൊരു ആൻറ്റിയുടെ നമ്പറാണ്, ഇതിനകത്ത് പറഞ്ഞാൽ വൃത്തികേടുകൾ കാണിച്ചു തരും, വൃത്തികേടുകൾ പഠിപ്പിച്ചു തരും, വൃത്തികേട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ഇത് ചോദിച്ചതൊരു 23-കാരനാണ്. അപ്പോൾ ഈ ഒരു അമ്മ, അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഈ പറയുന്ന, ഇപ്പം എനിക്കൊരു ഏകദേശം 10-18ഓളം പിള്ളേർ, ഇവരുടെ ഏറ്റവും വലിയ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവരാരും ഇവരുടെ പേര് കള്ളപ്പേര് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ജനുവരി 6-നാണ് ഷാലിന്റെ മൊബൈൽ ഫോൺ നമ്പർ അജ്ഞാതൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടത്. അത് പിന്നീട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു. മക്കളുടെ പ്രായമുള്ള വിദ്യാർത്ഥികളുടേതാണ് ഷാലിന് വരുന്ന കോളുകളിലും അധികവും. അധിക്ഷേപം തുടർന്നതോടെ ഫോൺ ഓഫ് ചെയ്യേണ്ട ഗതികേട് വരെ എത്തി 2 കുട്ടികളുടെ അമ്മ കൂടിയായ ഷാലിന്. തെളിവെടുപ്പിന് നമ്മുടെ ഫോൺ കൊണ്ടുപോകുമ്പോൾ അവർ കൃത്യമായിട്ട് നമ്പറുകളും കാര്യങ്ങളും ഇങ്ങനെ എഴുതുകയും ഇതെടുക്കുന്നവരെയുള്ള ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ഈ ഫോട്ടോസ് ഇവർ ഡൗൺലോഡ് ചെയ്യും. എത്ര വീഡിയോ വന്നിട്ടുണ്ട്, എത്ര ഫോട്ടോ വന്നിട്ടുണ്ടെന്നൊക്കെ ഇത് നമ്മുടെ ഫോണിൽ കിടക്കും. ഒരു അവിചാരിതമായിട്ട് പോലും നമ്മുടെ ഫോണുകളിൽ ഇങ്ങനെയുള്ള ഒരു ഇത് ഇല്ലാത്തിടത്തോളം കാലം അത് ഇന്നും ഈ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോസ്. കാരണം ഇനി അടുത്ത ഈ കേസിൻ്റെ അടുത്തൊരു തെളിവെടുപ്പ് എത്തുന്നത് വരെ അതുണ്ടാവണം. പോലീസ് അന്വേഷണത്തിൽ നമ്പർ ഷെയർ ചെയ്ത വിരുദ്ധനെ കണ്ടുപിടിച്ചു. തിരുവനന്തപുരം കുറവൻകോണം സ്വദേശിയായ റോഷൻ സതീഷ്. കൂടാതെ അശ്ലീല മെസ്സേജുകളും കോളുകളും ചെയ്ത ബാക്കിയുള്ളവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് ഷാലിൻ. ഇതിനകത്തൊരു സ്ത്രീയുടെ വിഷയമല്ല ഇത് ഏതൊരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടുന്ന വിഷയമാണ്. പിന്നെ ഇതൊരു സംരംഭകരുടെ വിഷയമാണ്. ഒരു സംരംഭയ്ക്ക് നാളെ ഒരു അച്ചാർ വിൽക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ നമ്പർ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇതൊന്നും ഒരു റിവെഞ്ചിൻ്റെ കാരണമായിട്ടല്ല ഈ നമ്പർ ഷെയർ ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടെങ്കിൽ ഇന്ന് എനിക്കാണെങ്കിൽ, ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഈ ഒരു വിഷയം വരാം. ഇതൊരു ഇതൊരു ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അനന്തുവിനൊപ്പം അജീഷ് ജയകുമാർ, 24.